ഈ ചരിത്രാതീത കാലം മുതൽക്കേ മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടിയിട്ടാണ് മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പാടിയത് കനകം മൂലം കാമിനി മൂലം കലഹം കലഹം പലവിധ മുലകിൽ സുലഭം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ വന്ന് നിൽക്കുന്നത് അങ്ങനൊരു സംഭവത്തിലാണ്. കോൺഗ്രസിലെ യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കേണ്ടിയും വന്നിട്ടുള്ളത്. അപ്പോൾ സാറേ, ഈ പെണ്ണിനെ കൊണ്ട് രാജ്യം നഷ്ടപ്പെട്ട, അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും കൊല്ലപ്പെടുകയും ചെയ്ത അവരുടെ ചരിത്രം അങ്ങനെ ധാരാളമുണ്ട്. ഇതിൻ്റെ ഒരു അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ഈ ചരിത്രാതീത കാലം മുതൽ ഇന്ന് വരെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്താണ് സാർ അതിന് ഈ ചരിത്രത്തിൽ നോക്കാം? ചരിത്രത്തിൽ മാത്രമല്ല, പുരാണത്തിലുമുണ്ട്. നമുക്ക് പുരാണത്തിൽ തന്നെ നോക്കിയാൽ ഇതിന് ധാരാളം ഉദാഹരണങ്ങളുള്ളതായിരിക്കാം. മഹാഭാരത യുദ്ധത്തിന്റെ പിന്നിൽ ഒരു പെണ്ണുണ്ട്. അതെ, ദ്രൗപദി എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ദ്രൗപദി സ്വയംവരത്തിൽ അർജുനൻ വിജയിക്കുകയും കർണൻ അമ്പ് വില്ല് കുലയ്ക്കാൻ വന്നപ്പോൾ സൂതപുത്രനെ എനിക്ക് വേണ്ട എന്ന് ദ്രൗപദി പറഞ്ഞതും, അതുപോലെ തന്നെ മയനാൽ നിർമ്മിതമായിട്ടുള്ള കൊട്ടാരത്തിലൂടെ നടക്കുമ്പോൾ അവിടെ സ്ഥലകാല വിഭ്രമം കൊണ്ട് സ്ഥലമില്ലാത്ത സ്ഥലത്തുകൂടി മുണ്ടുപൊക്കിക്കൊണ്ട് കർണ ദുര്യോധനന്മാർ പോകുമ്പോൾ മാളികമുകളിൽ ഏറി നിന്ന് ദ്രൗപദി ചിരിച്ചതും ആ ചിരി കർണന്റെ നെഞ്ചിൽ കൊണ്ടു. ആ പരിഹാസ ചരമേറ്റു. അപ്പം അർജുനനോട് എന്തിനാണ് വിരോധം വരുന്നതെന്ന് എനിക്കിന്നും മഹാഭാരതം മുഴുവൻ വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ ആ പെണ്ണു മൂലമൊരു അസൂയ കർണനിൽ ഉടലെടുക്കുകയും ദുര്യോധനപക്ഷം ചേരുകയും അംഗരാജ്യം അദ്ദേഹത്തിന് കൊടുക്കുകയും പിന്നീട് ഈ കർണൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു മഹാഭാരത യുദ്ധം ഉണ്ടാവില്ലായിരുന്നു. കാരണം അർജുനനോട് നേരിട്ട് ജയിക്കാൻ ദുര്യോധന പറ്റിയ സവ്യസാചിയായ ഒരുവൻ ഉണ്ടായിരുന്നില്ല. ആ യുദ്ധം നടക്കുകയില്ല, പരാജയ ഭീതി മൂലം. ദുര്യോധനൻ യുദ്ധത്തിന് മുതിരുമായിരുന്നില്ല. കർണൻ്റെ ശക്തിയാണ് അതിന് ഇടയാക്കിയത്. ആ കർണൻ അർജുനനോടുള്ള വിരോധത്തിന് ഒരു കാര്യമില്ല. വളരെ കാരുണ്യത്തോടെയാണ് അർജുൻ അവസാനം വരെയും കർണനോട് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ കർണൻ എന്നും അസൂയയോട് മാത്രമേ തൻ്റെ സോദരനാണെന്നറിഞ്ഞിട്ടും ഈ അർജുനനോട് പെരുമാറിയിട്ടുള്ളൂ. അപ്പോൾ അവിടെയും ഒരു കാമിനിയുണ്ട്. അത് ദ്രൗപദിയാണ്, പാഞ്ചാലിയാണ്. ആ പുരാണത്തിൽ പിന്നെ നമ്മൾ കേൾക്കുന്നത് ദ ബ്യൂട്ടി ദാറ്റ് സാങ്ക് 1000 ഷിപ്സ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും സുപരിചിതമാണ്. ഹെലൻ ഓഫ് ട്രോയ് എന്ന രാജ്യത്തെ, അതെ, പഴയ പ്രാചീന ചരിത്രത്തിലെ ട്രോയ് എന്ന മാസിഡോണിയ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള യുലീസസിന്റെ കഥയിൽ പറയുന്ന ആ രാജ്യം, ഒഡീസി എന്ന് പറയുന്ന കഥയിലും പറയുന്ന രാജ്യം, ആ കഥയിലെ ഹെലൻ എന്ന് പറയുന്നൊരു അത്ര സൗന്ദര്യമാണ്, വിശ്വസുന്ദരി, സർപ്പസുന്ദരി. ആ സർപ്പസുന്ദരിയായിട്ടുള്ള ഹെലന് വേണ്ടിയിട്ട് നടന്ന യുദ്ധങ്ങൾക്ക് കണക്കില്ലത്രയും. അപ്പോൾ കപ്പലുകളെ ഉള്ളന്ന് വാഹനമായിട്ട് ആ കപ്പലുകൾ പലതും ഹെലന് വേണ്ടി പോയി. കപ്പലുകളിലെ രാജാക്കന്മാരും പടയാളികളും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും കടലിന് മുകളിൽ വെച്ച് പലതും മുങ്ങുകയും ചെയ്തു. അതാണ് ദ ബ്യൂട്ടി ദാറ്റ് സങ് 1000 ഷിപ്സ്. പിന്നെ നമ്മൾ വരുമ്പോൾ ഈജിപ്ഷ്യൻ സുന്ദരിയായിട്ടുള്ള ക്ലിയോപാട്ര, കറുത്ത സുന്ദരി, സർപ്പസുന്ദരിയായിട്ടുള്ള സ്ത്രീ. ഈ സ്ത്രീക്ക് വേണ്ടി ഒരുപാട് രാജാക്കന്മാർ മോഹിച്ചിട്ടുണ്ട്. അതിൽ ഇവർക്ക് ഏറ്റവും പ്രണയം തോന്നിയത് മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന ആളിനോടാണ്. ഷേക്സ്പിയറുടെ തന്നെ ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര എന്നുള്ള വിശ്വപ്രസിദ്ധമായിട്ടുള്ള നാടകത്തിൽ അത് പരാമർശിക്കുന്നുണ്ട്. അത് ചരിത്രത്തിൽ നിന്നെടുത്ത കഥയാണ്. ചരിത്രത്തിൽ അദ്ദേഹം നാടകം പ്ലൂട്ടാർക്കിൻ്റെ ഹിസ്റ്ററിയിൽ നിന്നെടുത്തതാണ്. അതുപോലെ തന്നെ ഇത് ജൂലിയസ് സീസർ എന്ന നാടകത്തിൻ്റെ തുടർച്ചയുമാണ് ഇവിടെ. ജൂലിയസ് സീസർ മരിച്ചു, കൊന്നുകഴിഞ്ഞു ജൂലിയസ് സീസർ നാടകത്തിൽ. ഇവിടെ വരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായ ഒക്ടേവിയസ് സീസർ, നല്ല ഒന്നാം തരം പടയാളി. ആ പടയാളിയെ തോൽപ്പിക്കാൻ കർണ അർജുനന്മാർ പോലെയാണ് ഒക്ടേവിയസ് സീസറും മാർക്ക് ആൻ്റണി വലിയ ശക്തനായിരുന്നു. പല രാജ്യങ്ങളും റോമ സാമ്രാജ്യം ഉള്ളല്ലോ, അതിനോട് ഇന്നത്തെ അമേരിക്കൻ സാമ്രാജ്യം പോലെ പലതിനോട് കൂട്ടിച്ചേർത്തിട്ട് അവസാനം മാർക്ക് ആൻ്റണി ക്ലിയോപാട്രയെ കാണുകയും അവളിൽ അനുരാഗം ഉദിക്കുകയും ക്ലിയോപാട്ര അത് തിരിച്ചു നൽകുകയും ചെയ്തു. അവർ തമ്മിൽ പ്രേമമായി. രാജ്യകാര്യങ്ങളിലുള്ള ശ്രദ്ധ പോയി. ഒക്ടേവിയസ് സീസറിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഒക്ടേവിയസ് സീസറും മാർക്ക് ആൻ്റണിയും കർണ അർജുനന്മാർ തമ്മിൽ യുദ്ധം നടന്നു ക്ലിയോപാട്രയ്ക്ക് വേണ്ടി. അതിൽ ഒക്ടേവിയസ് സീസർ അദ്ദേഹം സ്ത്രീജിതനാണ്. മനസ്സിലാക്കണം, സ്ത്രീജിതനായ ഒക്ടേവിയസ് സീസർ നിഷ്പ്രയാസം, രണ്ടും തുല്യ ശക്തികളാണ്. പക്ഷെ മാർക്ക് ആൻ്റണിക്കുള്ള ഈ സ്ത്രീ വശം കൊണ്ട് ഒക്ടേവിയസ് സീസർ സ്ത്രീജിതനായതുകൊണ്ടും ഒക്ടേവിയസ് സീസർ ഈസി ആയിട്ട് ജയിച്ചു.
ജയിച്ചു. മാർക്ക് ആൻ്റണിയെ കൊന്നു കഴിഞ്ഞപ്പോൾ വിഷസർപ്പങ്ങളെ കൊണ്ട് കടിപ്പിച്ച് ക്ലിയോപാട്ര എന്ന ആ അപ്സര സുന്ദരിയും മരിക്കുകയാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അറിയാം, ചരിത്രത്തിൽ മുഗൾ കാലഘട്ടത്തിൽ അക്ബർ ചക്രവർത്തി ചിറ്റോറിലെ റാണി പത്മിനിയെ കാമിച്ച് മോഹിച്ച്, പക്ഷേ റാണി പത്മിനിക്ക് ഒരു വിധത്തിലും ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല. അക്ബർ അവസാനം ചിറ്റോർ കൊട്ടാരം പിടിച്ചടക്കി അതിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ പടയാളികൾ എന്നറിഞ്ഞപ്പോൾ റാണി പത്മിനി കിണറ്റിൽ ചാടി മരിക്കുകയായിരുന്നു. റാണി പത്മിനി മാത്രമല്ല, അവരുടെ തോഴികളായിട്ടുണ്ടായിരുന്ന 100 പേരും ആ കിണറ്റിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു. ആ മറാത്ത അവരുടെ ചരിത്രത്തിൽ രജപുത്താന അല്ലല്ല, അവരെ കിണറ്റിൽ ചാടി മരിക്കുകയായിരുന്നു. അതിലേക്ക് മരിച്ചു എന്നുള്ളതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ തന്നെ ചരിത്രത്തിലെ സ്വാതി തിരുനാളിലേക്ക് വരുമ്പോൾ സ്വാതി തിരുനാളിനോട് സംഗീതത്തിൽ മാത്രമല്ല, ആ സംഗീതം ആലപിച്ചിരുന്ന സുന്ദരികളോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് ലെനിൻ രാജേന്ദ്രൻ തൻ്റെ സിനിമയിലൂടെ പറയുന്നത്. ഒന്നായിരുന്നു രാജ്യഭരണത്തിലെ കുറച്ച് വീഴ്ചയൊക്കെ വന്നു സംഗീതത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം മൂലം അങ്ങനെ വന്നിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ സ്വപത്നിയുമായിട്ട് കലഹത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നും ചരിത്രം പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രീചിത്ര തിരുനാളിൻ്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹം നമ്മളൊക്കെ ധരിക്കുന്നതിന് വിപരീതമായ ഡോക്ടർ MJ ശശിഭൂഷൺ പറയുന്നത് അദ്ദേഹത്തിന് ഒരു മകൾ ഉണ്ടായിരുന്നു. ഒരു ബ്രഹ്മചാരി ഒന്നും ആയിരുന്നില്ല, അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു. ആ കുട്ടികളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ എൻ്റെ സ്ഥലവും ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ എതിർപ്പുകളും വരുന്നുണ്ട്. അതിന് തെറ്റാണെന്ന് കൊട്ടാരം പറയുന്നുമുണ്ട്. അത് നമുക്ക് വിടുക. ഇനി വന്നാൽ PT ചാക്കോ കേരള രാഷ്ട്രീയത്തിലേക്ക് സ്വാതന്ത്ര്യാനന്തര കാല ഭാരതത്തിലേക്ക് വന്നാൽ PT ചാക്കോ പീച്ചി റെസ്റ്റ് ഹൗസിലേക്ക് നടത്തിയ ഒരു യാത്രയിൽ അദ്ദേഹം ഫിയറ്റ് കാറും കൊണ്ടാണ് പോയിരുന്നത്, മന്ത്രിയുടെ കാറൊന്നുമല്ല. ആ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, സുന്ദരിയായൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. ഇതാരും അറിയില്ലായിരുന്നു, അന്ന് ശ്രദ്ധിക്കുകയില്ല. വഴിക്ക് വെച്ചൊരു കാളവണ്ടിയുമായിട്ട് കൂട്ടിമുട്ടുകയും ഇവർക്ക് ഇറങ്ങി നിൽക്കേണ്ടിയും വരും. അപ്പോൾ സുന്ദരിയായൊരു സ്ത്രീ കാറിലിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചു. കൂടെ PT ചാക്കോ, സുന്ദരനായൊരു മന്ത്രിയുമായിരുന്നു അദ്ദേഹം. അപ്പോൾ അവരെ പറ്റി കെട്ടുകഥകൾ വന്നു. അദ്ദേഹത്തിന് സ്ഥാനം രാജിക്കേണ്ടി വന്നു. കോൺഗ്രസ് പിളർന്നത് അങ്ങനെയാണ്. കേരള കോൺഗ്രസ് ഉണ്ടായി. മന്നത്തിൻ്റെ ഒക്കെ ആശീർവാദം. ജോർജും അതെ. അതുപോലെയാണ് AK ശശീന്ദ്രൻ. ഒരു മാധ്യമത്തിന് പറ്റിയ അബദ്ധം കൊണ്ടാണ്, അല്ലെങ്കിൽ AK ശശീന്ദ്രന് മന്ത്രിയായി തുടരാൻ ഇന്നും സാധിക്കുമായിരുന്നില്ല. കാരണം ക്ലിയർ കട്ടായിട്ടുള്ള കേസാണ്. സംഭാഷണം അദ്ദേഹത്തിൻ്റെ തന്നെ, അദ്ദേഹം നിഷേധിച്ചല്ലോ. ഇത് അസ്വാഭാവികതയുണ്ട് എന്ന് മാത്രമാണ്. എന്താ എഡിറ്റിംഗ്. അപ്പോൾ പോലീസ് ഈ എഡിറ്റിംഗ് നടത്തിയതുകൊണ്ട് പത്രത്തിന് നേരെ വേട്ടയാടി എന്ന് മാത്രമല്ല, ഇവിടുത്തെ ഫെമിനിസ്റ്റുകളെല്ലാം കൂടി ആ വാർത്ത പ്രസിദ്ധീകരിച്ച ചാനലിനെതിരെ പ്രകടനം നടത്തി. രക്ഷയില്ല, നിൽക്കക്കള്ളിയില്ലാതെ, പിടിച്ചു നിൽക്കാൻ ധൈര്യമില്ലാതെ മാപ്പ് പറയുകയും ചെയ്തു. അത് വലിയൊരു മാധ്യമത്തിന് പറ്റിയ വലിയൊരു വീഴ്ചയായിരുന്നു. തന്നെയല്ല, പൊതു സദസ്സുകളെയൊക്കെ വളരെ 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 അലോസരപ്പെടുത്തിയ തെറി വാക്കുകൾ അതിൽ ഉപയോഗിച്ചു. അപ്പം മാധ്യമ നടത്തിപ്പിലുള്ള അതായത് വിഷ്വൽ മീഡിയ നടത്തിപ്പിലുള്ള പരിചയക്കുറവ് കൊണ്ട് സംഭവിച്ച, പക്ഷേ അതുകൊണ്ട് AK ശശീന്ദ്രൻ പരിശുദ്ധനാവുന്നില്ല. ആ മാധ്യമവേട്ട ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തൻ്റെ മന്ത്രിസഭയിൽ ഒരാൾക്കെതിരെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച മാധ്യമത്തിനെതിരെ ആ മാധ്യമം ഉദ്ഘാടനം ചെയ്ത പിണറായി തന്നെ ഒരു വേട്ട നടത്തിയതിൻ്റെ കഥയാണ്. അതുപോലെ തന്നെ ഐസ്ക്രീം പാർലർ കേസ്, റെജീനയുടെ കേസ്, അത് പണം കൊടുത്തും അങ്ങനെ ഒരുപാട് സ്വാധീനം ചെലുത്തി ഒഴിവാക്കി. VS അച്യുതാനന്ദൻ അവസാനം വരെ പോരാടിയിരുന്ന ഒരു കേസാണ്. അതായത് ഇത് സത്യമായിരുന്നു എന്നുള്ളതിന് തെളിവ് MK മുനീർ എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യ വിഷൻ ചാനലിലാണ് ഇത് ഏറ്റവും ശക്തമായിട്ട് വന്നിട്ടുള്ളത്. യാതൊരു വിധമായിട്ടുള്ള എഡിറ്റോറിയൽ ഇടപെടലുകളും മുനീർ നടത്തിയതുമില്ല. PK കുഞ്ഞാലിക്കുട്ടിക്ക് ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്ന ഒരു കേസാണ്. അവസാനം LDFിലെ ആൾക്കാർ തന്നെ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി എടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് 1 വർഷം അകലെയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ഏത് പക്ഷത്തായിരിക്കുമെന്നുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭവത്തെ തുടർന്ന് നമ്മൾ ചിന്തിക്കട്ടെ. അതൊരു പെൺകേസാണ് തീർച്ചയായും. അതെ, അത് ഈ ഭാരം നമ്മൾ തലയിൽ ചുമക്കണോ UDFനെ എന്ന് മുസ്ലിം ലീഗ് ഒരുപക്ഷെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒരുപാട് നമ്മുടെ ഗണേഷ് കുമാർ കേസിൽപ്പെട്ട ആളാണ്, ഒരുപാട് കേസുകളിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെയാണ് മുകേഷ്, ഒരുപാട് കേസുകളിൽപ്പെട്ടയാളാണ്. പിന്നെ ഉമ്മൻചാണ്ടിയെയും ചാണ്ടി ഉമ്മനെയും പറ്റി നമ്മുടെ സരിത എസ് നായർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഒരു ലക്ഷ്യവുമില്ലാത്ത ആരോപണങ്ങൾ, നാട്ടുകാരെ മുഴുവൻ സ്മാർത്ത വിചാരത്തിലെ പോലെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു ഒരു കാലത്ത് സരിത എസ് നായർ. അതുപോലെ തന്നെ സ്വപ്ന സുരേഷ്, പിന്നെ കടകംപള്ളി സുരേഷിനെ കുറിച്ച് ആരോപണം, കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ സ്പീക്കറായിരുന്ന P ശ്രീരാമകൃഷ്ണൻ. അതെ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സ്ത്രീയുമായിട്ട് മലബാറിൽ പോയിട്ടെൻ്റെ ഫോട്ടോ അദ്ദേഹം തലയിൽ കൈ ഇങ്ങനെ നിലമ്പൂരിൽ വെച്ച് അദ്ദേഹത്തെ അതും തേഞ്ഞു മാഞ്ഞു പോയ കേസാണ്.
അതുപോലെ തന്നെ നെഹ്റുവും അതുപോലെ ലേഡി മൗണ്ട് ബാറ്റനും തമ്മിലുള്ള ബന്ധങ്ങളുടെ ധാരാളം ചിത്രങ്ങൾ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുണ്ട്, ധാരാളമായിട്ട് സൈബർ സ്പേസിലുണ്ട്. അവർ തമ്മിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ അത് സത്യസന്ധമായിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നിട്ടും ഒരു രാത്രി അദ്ദേഹത്തിന് സത്യസന്ധത ഏതാണ്, ലൈംഗിക ഉത്തേജനം ഉണ്ടാവുകയും 2 പെൺകുട്ടികളാണ് കൂടെ കിടന്നത്. അപ്പോൾ ഒരു നിമിഷം ഒരു നിമിഷം അത് ദുർബലമായ നിമിഷമായിരുന്നുവെങ്കിൽ ഒരു നിമിഷത്തിൻ്റെ ദൗർബല്യം മഹാത്മാഗാന്ധിക്ക് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം പുറത്തു വരികയും കുറേ നേരം അദ്ദേഹം ആധ്യാത്മിക വഴിക്ക് ചിന്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ ലൈംഗികമായിട്ടുള്ള ആ ഉത്തേജനത്തിൽ നിന്ന് അദ്ദേഹം മുക്തനാവുക എന്ന് പറയുന്നു. മുക്തനാവുകയും പഴയതുപോലെ നോർമലായിട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ആ ഒരു നിമിഷത്തിൻ്റെ ഒരു വീക്ക്നെസ് മതി അത് വലിയൊരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് പോകാൻ. അത് അദ്ദേഹം കാത്തു സൂക്ഷിച്ച കഥ. സാർ, ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന നമ്മൾ ഏറ്റവും ഒടുവിൽ ഇത്രയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിട്ട് നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കളും ജനങ്ങൾ പ്രേക്ഷകർ ക്ഷമിക്കണം, ഇത് അങ്ങ് പൂർത്തിയാക്കാൻ പോവുകയാണ്. PK ശശിയെക്കുറിച്ച് ആരോപണം ഉണ്ടായിട്ടുണ്ട്, P ശശിയെക്കുറിച്ച് ആരോപണം ഉണ്ടായിട്ടുണ്ട്, എറണാകുളം CPM കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളുകളെക്കുറിച്ച് ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവല്ലയിൽ CPM ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയിട്ട്, അത് 22-ലാണ്, പിടിച്ചുകൊണ്ടുപോയി കാറിലെടുത്ത് നഗ്ന വീഡിയോ എടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. CPI ഇതിലൊക്കെ അതീതമായി നിന്ന പാർട്ടിയാണ്. പക്ഷേ അടുത്ത കാലത്ത് CPIയിലും ഇതേ ആരോപണം, സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് ആരോപണം വന്നു. പക്ഷേ ആ ജില്ലാ കമ്മിറ്റിയിലായിരുന്നു, അവിടുന്ന് അവരെ പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളിയും ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഇതുപോലുള്ള കേസുകളിലെ പ്രതികളാണ്. പിന്നെ MJ അബ്ഗർ, ടെലിഗ്രാഫ് എന്ന് പറയുന്ന അത് മാധ്യമത്തിന്റെ കുലപതിയായ MJ അബ്ഗർ കേന്ദ്രമന്ത്രിയുമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്ന് ഇദ്ദേഹം രാജിവെച്ചു. രാഷ്ട്രീയത്തിലും മാധ്യമ പ്രവർത്തനത്തിലും വനവാസത്തിലാണ് അദ്ദേഹം. അതുപോലെ തന്നെ ബ്രിജ്ഭൂഷൺ സിംഗ്, BJPയുടെ തന്നെ MP ആയിട്ടുള്ള ബ്രിജ്ഭൂഷൺ സിംഗ്, ഗുസ്തിക്കാരെ പരിശീലിപ്പിക്കുന്ന ആൾ, അവരെ തടവി എന്നുള്ള കേസിൽ, ലൈംഗിക ബന്ധമല്ല തടവി, അനാവശ്യമായിട്ട് ശരീരസ്പർശം നടത്തി എന്നുള്ള കേസിൽ വളരെ കാലം വലിയ പ്രക്ഷോഭങ്ങൾ ഗുസ്തിക്കാർ തന്നെ ജന്തർ മന്ദറിൽ നടത്തിയിരുന്നു. പിന്നെ തരുൺ തേജ്പാൽ വലിയ സ്കൂപ്പുകൾ പുറത്തു കൊണ്ടുവന്ന ആ തരുൺ, ഞാൻ അദ്ദേഹത്തെ അഭിമുഖം ചെയ്തിട്ടുണ്ട്. നല്ല സുന്ദരനായിട്ടുള്ള, നല്ല കരിഷ്മയുള്ള, നല്ല ഒന്നാം തരം വളരെ ഹാൻഡ്സമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പെട്ടുപോയി. ഇപ്പോൾ പേര് കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? ഗോവയിൽ കുറേ നാൾ തടവിലായിരുന്നു എന്ന് മാത്രം അറിയാം. അതുപോലെ സരിത ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സ്വപ്ന സുരേഷും കാട്ടിക്കുട്ടിയ താത്രിക്കുട്ടിയെ പോലെ നടത്തിയ സ്മാർത്ത വിചാരത്തിൻ്റെ ഒരുപാട് പേര് അതിൽ പേരുകൾ വന്നിട്ടുണ്ട്, എല്ലാ പേരും പറയുന്നില്ല. പിന്നെ ഒരു ബ്രിട്ടീഷ് ചക്രവർത്തിയുണ്ട്, നമ്മൾ വീണ്ടും ചരിത്രത്തിലേക്ക് പോയാൽ, അദ്ദേഹം സിംഹാസനം അലങ്കരിച്ചുകൊണ്ടിരിക്കെ തന്നെ ഒരു പെണ്ണിനോട് പ്രേമം തോന്നിയിട്ട് മര്യാദയ്ക്ക് അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ച് ആബ്ഡിക്കേറ്റഡ് ഹിസ് ത്രോൺ എന്നാണ്. ആബ്ഡിക്കേറ്റഡ് ഹിസ്, ഇപ്പോഴും അവിടെ രാജഭരണമാണല്ലോ, ആബ്ഡിക്കേറ്റഡ് ഹിസ് ത്രോൺ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സിംഹാസനം ആ സ്ത്രീക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തൊരു ചരിത്രം കൂടി നമ്മളുണ്ട്. അപ്പോൾ ഇവിടെ സ്ത്രീകൾ പല വിധത്തിൽ രാഷ്ട്രീയത്തിലും രാഷ്ട്രത്തിന്റെ ഇതൊക്കെ ആയിട്ടും നമ്മുടെ ഈ ഭരണ തലത്തിലെത്തുന്ന ഈ നേതാക്കൾ ഇത് പഠിക്കുന്നില്ലല്ലോ. അവർ ഈ ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങൾക്ക് വശംവദരാകുകയല്ലേ ചെയ്യുന്നത്. അതാണ് ഗാന്ധിജി അതിൽ ഗാന്ധിജിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരേ ഒരു വ്യക്തി ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മഹാത്മാഗാന്ധി മാത്രമാണെന്നുള്ളൊരു സത്യം നമുക്ക് വളരെ അഭിമാനകരമാണ്. അതുപോലെ തന്നെ നമ്മുടെ പുരാണത്തിൽ പോയാൽ ശ്രീരാമൻ വളരെ സുന്ദരിയായിട്ട് എത്ര പേരാണ് അദ്ദേഹത്തെ സമീപിച്ചത്? അതിന് ഏകപത്നി വ്രതം കൊണ്ട് തന്നെ സ്ത്രീജിതനായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്, വിജയത്തിന് വളരെ ആവശ്യമാണ്. ഒരു നിമിഷത്തെ ദൗർബല്യത്തിന് വേണ്ടി പോയി കഴിയുമ്പോൾ നേതാക്കൾ ജീവിതം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുകയും ചെയ്യുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് അതൊരു വലിയ പാഠമായിരിക്കും. പഠിക്കില്ല, സഹജ വികാരങ്ങൾക്ക് അവർ കാരണം സൂഹിക്കണം. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം എന്താ? ബ്രാൻഡഡ് ഷർട്ട് വിട്ട് പോകുന്നവൻ്റെയൊക്കെ ലക്ഷ്യം എന്താ? സുഖിക്കണം, മറ്റുള്ളവരെ ജനസേവനമല്ല. ദാറ്റ്സ് ദ ഡിഫറൻസ്. പക്ഷേ അവർ ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളട്ടെ. ചരിത്രം ഇവർക്ക് ആർക്കും മാപ്പ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തലമുറയിലെ നേതാക്കളെങ്കിലും ഇതൊക്കെ നല്ലവണ്ണം ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശരിയായ ജനസേവനത്തിന് അവർ ശ്രമിക്കട്ടെ എന്ന് നമുക്ക് ഒരാളെങ്കിലും ആഗ്രഹിക്കാം. ഒരു പെൺകേസെങ്കിലും അത് കുറയാൻ സാധിക്കുന്നെങ്കിൽ അത്രയും കുറയട്ടെ. പെൺകെണിയെങ്കിലും ഇല്ലാതാവുന്നെങ്കിൽ അത് ഇല്ലാതാവട്ടെ. ഒരു ചെറുപുഞ്ചിരിയുടെ വെട്ടം മാത്രമേ നമുക്ക് നൽകാൻ പറ്റൂ.